Sedu. Yes. Tell me. Yeah. Yeah. 1 second. റെസ്റ്റോറന്റിൽ ഗസ്റ്റ് ഉണ്ട്. യൂസഫ് ഷായുടെ ബ്രദറും സിസ്റ്ററും. ഞാൻ പോയി പറഞ്ഞു വിടണോ? Hey, no. ഞാൻ പോവാം. നല്ല കുട്ടികളല്ലേ സെറീനയും അമീറും. They are my kids. കൊളത്തിൽ കയറിപ്പെടാ. ആ സ്വാമിയായിട്ട് മുക്കിക്കൊല്ലാതെ. ഇതിരിക്കട്ടെ, ഗുരുദക്ഷിണയായിട്ട് ഒരു കോച്ച് വന്നിരിക്കുന്നു. സെറീന, നീ തിരിച്ചു വയ്ക്കോ. അമീർ, അവളെ വിളിച്ചോണ്ട് പോ. എന്തെങ്കിലും ചെയ്യുവാൻ ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. പ്രാർത്ഥിക്കും മോളെ. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കാതെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണീര് ഈശ്വരൻ കാണും. നിന്റെ പ്രാർത്ഥന കേൾക്കും. വയ്ക്കോ. ചെല്ല്. ഇന്ന് നമ്മൾ പോകുന്നില്ല. നമുക്കിവിടെ ഒരു കല്യാണം കൂടാനുണ്ട്. കണ്ടത് ഈ ചെകുത്താന്റെ പോ. എന്താ യൂസഫ് ഇതിന്റെയൊക്കെ അർത്ഥം? നിനക്ക് എന്ത് പറ്റി? നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇന്ന് സെറീനയുടെ നിക്കാഹല്ലേ? എനിക്ക് ക്ഷണം ആവശ്യമില്ല. ഇത് ഞാൻ നടന്ന നിക്കാഹാണ്. ഞാൻ ക്ഷണിച്ചവരെ ഇവിടെ ഉള്ളൂ. ആ കൂട്ടത്തിൽ നീ ഇല്ല. നിനക്ക് പോകാം. പോവാം യൂസഫ്. എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം. യൂസഫ് ഭായ്, There's a call for you from Dubai. Give it. Hello, Yusuf here. Tell me. Acha. എന്താ മോളെ, ഇക്കയുടെ പൊന്നുമോള് കരയല്ലേ? ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളിന്റെ കൂടെ ജീവിതം തുടങ്ങാൻ പോവാ. എന്താ പറഞ്ഞ? അതെ മോളെ, അതെ. അറക്കാറുഭാമാറ കുറുക്കായി ബുറാഹിം പോയി വരുമ്പോ പീടിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അല്ലാ കാത്തോ നബി ഉല്ലാ. വേഗം ഡ്രസ് ചെയ്ത് എന്റെ സുന്ദരിക്കുട്ടി റെഡിയാവ്. നിന്റെ സുൽത്താൻ വരുന്നു. ജന്നത്തുൽ ഫിർദൗസും പൂശി കോട്ടും പപ്പാസും ഇട്ട് വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു. റെഡിയാവ്. ഹലോ ഹലോ ഹലോ. നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത്? എനിക്ക് ആരാ ക്ഷണക്കത്ത് തന്നതെന്നോ അറിയണോ? പറയാം. പടച്ചവൻ. നിന്റെ വാപ്പ സ്വർഗത്തിലിരുന്ന് കരയുന്ന കണ്ടിട്ട് പടച്ചവൻ എനിക്കൊരു കുറി അയച്ചു തന്നു. അതെടാ, മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം, ലക്ഷക്കണക്കിന് ദിർഹംസ് കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ, ഒരു പാവം പെൺകുട്ടിയെ ബലി കൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ അത് നടക്കില്ല. സെറീന അവൾക്ക് മനസ്സിൽ പിടിച്ചവരെ തന്നെ കിട്ടും. ഞാൻ ഉസ്താദാണ് പറയുന്നത്. പരമേശ്വര, നിന്നെ ഉസ്താദ് എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫില്ല. നിന്റെ കയ്യിൽ ചില്ലറ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചെലവാകില്ല, എന്റെ അടുത്ത് ചെലവാകില്ല. സെറീനന്റെ നിക്കാഹും നിന്റെ കബറടക്കും ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും. വേണമെങ്കിൽ ഇന്ന് രാത്രി. മുന്നിൽ മാറിക്കടാ. ഞാൻ ഈ ചെയ്യുന്നതാണ് ശരി എന്ന് നിനക്കൊരു കാലം ബോധ്യമാവും. Meet Sedu. He is deadly and dangerous. Mind it, Yusuf. Mind it. كيف حالك؟ زين الحمد لله. الحمد لله. يا هواني أنا عارف لي نفى من واحد لي يجيك أكشن سفجاني. أيولي نفى واحد ديا السفج ما أسرع. والله اللي بين ديا هيب الرجال بنفسي. هي السفج الليل هذا ما ألف. رجع أشلك. Hey mister, what's wrong with you? What's all this? What do you want? അല്ല, എന്താ പ്രശ്നം? നിങ്ങൾ ആരാ? മനസ്സിലായില്ല. അറബി കുറച്ച് നമുക്ക് മനസ്സിലാവും. നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞ പോലെ തോന്നി. പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞില്ല, നടക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട്. ഈ ചങ്ങാതിമാർ വന്ന പോലെ തിരിച്ചു പോകും. ഇതെന്താണിത്? ഗുണ്ടായിസോ?
ഒരു കാഫർ വന്നിട്ടേ ഞമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട. ഈ മര്യാദ പുറത്തു പോ. കാഫറല്ല, കാഫിർ. കാഫിർ തനിക്ക് അതിന്റെ അർത്ഥം അറിയോ? സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ, അവനാണ് കാഫിർ. അത് താനാണ്. റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? വലാത്തുൻ കഹു അൽ ബിക്രു ഹത്താതു തഹസ്ന. അർത്ഥം പറയാം, കന്യകയുടെ വിവാഹത്തിന് അവളുടെ സമ്മതം തേടേണ്ടതാണ്. അതേ ഇവിടെ നടക്കുന്നുള്ളൂ. ഓസിന് കിട്ടുന്ന ചോറും ഇറച്ചിയും വാരി വിഴുങ്ങിയിട്ട് സമുദായ പ്രമാണിച്ചമേരുത്, അടി വെച്ച് തരും ഞാൻ. എന്താ മക്കളെ, വണ്ടി കിട്ടുന്ന സ്പീഡിൽ തിരിച്ചു വിടുകയല്ലേ? വിട്ടോളി ഭായ്, വിട്ടോളി. അർബാബ്, ഇതെന്ത് തോന്നാത്താണിത്? ഇതെന്താണിത്? അല്ലാ എന്ന് വിളിക്കാൻ അറിയാം? ഓഹോ, ഈ നമ്മളെ പഠിപ്പിക്ക എന്ത്? വിളിക്കിഷ്ട അല്ല. കറക്റ്റ് കറക്റ്റ്. അമീർ, ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കുക. ഇവരെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. അവിടെ ഫൈസലിന്റെ ഒപ്പയും ആൾക്കാരും വെയിറ്റ് ചെയ്യാം. പോയിക്കോളൂ, വൈകണ്ട. സ്വാമി കൂടെ ഉണ്ടാവും. വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസം താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും സ്വാമി ചെയ്യും. താങ്ക് യു ഉസ്താദ്, താങ്ക് യു വെരി മച്ച്. ഇൻഷാ അല്ലാ. എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ്, കുണ്ടും കുഴിയും. ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണുണ്ടല്ലോ. എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക് അതില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണേ. വരണ വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു, ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല. അത് കുറച്ചായി കേൾക്കണു. അങ്ങനെ ഇരിക്കുമ്പോ വാൻ എടുത്തോണ്ടങ്ങ് ഇറങ്ങും. എവിടേക്കാ ഏട്ടാ? ഒന്ന് കോയമ്പത്തൂർ വരെ. ഇടയ്ക്കിടയ്ക്ക് പോവാൻ മാത്രം. ഈ കോയമ്പത്തൂർ എന്താ ഇത്ര വലിയ ലണ്ടനോ പാരീസോ മറ്റാണോ? ബിസിനസ് ആവശ്യമല്ലേ പപ്പ, ഒഴിവാക്കാൻ പറ്റുമോ? ക്ഷമ പറയണ ഏട്ടന് കോയമ്പത്തൂര് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന. അത് രസമായിട്ടുണ്ട്. ആരേ ക്ഷമ? ഏട്ടനറിയാം, ഡോക്ടർ മാലതി മേനന്റെ മോള്. മെഡിസിൻ കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാതെ വഴിപ്പ് കിടക്കണ കുട്ടി. ആ, അവള് തന്നെ. അവൾ ഏട്ടനിട്ടിരിക്കുന്ന പേരറിയോ? സർഫ് എക്സൽ. സർഫ് എക്സൽ അതെന്താ? ആ, ഏട്ടന്റെ ഡ്രസ്സിംഗ് തന്നെ അതിന് കാരണം. ഈ വെള്ളം മുണ്ടി ഷർട്ടും സർഫ് പൗഡറിന്റെ പരസ്യയാത്ര. അത് രസമായിട്ടുണ്ട്. ഏട്ടാ, ആ മുട്ടിന്റെ വേദന മാറിയോ? 2 നാൾ അവിടെ കിടന്നു കൂട്ടിയതിന്റെ ഫലം കിട്ടിയിരിക്കണു. ഇപ്പൊ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. ഇവിടെ എന്താ വിശേഷം അത് പറയൂ. ഇവിടെ ഞങ്ങൾ റിഹേഴ്സലിന്റെ തിരക്കിലല്ലേ. ഓ, നിങ്ങള് ഡാൻസ് ഡാൻസ് ഡാൻസ്. ഏട്ടാ, ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില കുറയ്ക്കല്ലേ. ഇത് ഒപ്പേറയാണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ക്രോസ് സെക്ഷൻ. ഞങ്ങളുടെ ഉത്സവ് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോ നോക്കിക്കോളൂ, ക്രിട്ടിക്സ് അങ്ങനെ പറയും. അത് പിന്നെ പരമേശ്വരന്റെ അനിയത്തിയല്ലേ? എന്താ പറയാ, അതിന്റെ ഒരു ന്യൂക്ലിയസ്. അയ്യോ അല്ല, നന്ദൻ തന്നെയാണ് ഏട്ടാ. സ്ക്രിപ്റ്റ് എഴുതി, സോങ്സ് എഴുതി, കമ്പോസ് ചെയ്ത്, ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത്, ശരിക്കും പറഞ്ഞ ദ പവർ ബിഹൈൻഡ്, ദ മാൻ ബിഹൈൻഡ്. നന്ദനെ ഏട്ടൻ ഒന്ന് പരിചയപ്പെടണം. റിയൽ ജീനിയസ്. ഇതാരാ ഈ മഹാൻ? പപ്പ ഇങ്ങനെ ലോഭമില്ലാതെ പുകഴ്ത്തുന്ന കക്ഷി. പാവാണ് ഏട്ടാ. ഡാൻസ്, മ്യൂസിക്, വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിലില്ലാത്ത ഒരു പാവം പയ്യൻ. വണ്ടി റിവേഴ്സ് ചെയ്തോ? റിവേഴ്സ് എടുക്കാനോ? അത് തിരക്കേടില്ല. നിങ്ങളാരൊക്കെ ബാക്ക് അടിക്കുന്നു. തന്നോട് പറഞ്ഞ പോലെ ചെയ്താൽ മതി, വലിയ ഡയലോഗ് വേണ്ട. അത് എവിടെ തന്നെ ആയാന്ന്. നിങ്ങൾ ഓണും കൂടി അടിക്കാണ്ട് കയറി വന്നിട്ട് ഇപ്പോ ആരാ വക്കീലേ? ഇതാ പുതിയ പോലീസ് കമ്മീഷണറാ, വർഷാവർമ്മ. അവള് മഹാ അലമ്പ. കൊള്ളാ. തന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന നല്ലത്. വണ്ടി എടുക്കണോ? ഞാൻ റിവേഴ്സ് എടുക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ വേണേ ബാക്ക് എടുത്ത് മാറ്റിക്കോളൂ. എന്താ പ്രശ്നം? സാർ, ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയൊരു ഐറ്റം. നമ്മൾ വന്ന വഴി മുഴുവൻ റിവേഴ്സ് എടുത്ത് പോയാലേ ഈ താത്ത മാറൂന്ന്. മാറണ്ട, പോണ്ട. സിറ്റി പോലീസ് കമ്മീഷനാണ് ഈ താത്ത. എന്താ മാഡം, മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് 2 കൂട്ടർക്കും സുഖമായിട്ട് പോവാം. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല. ഏതാ? ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ലാന്ന്. അവനെ കൊണ്ട് പുറകോട്ട് എടുപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത്. അതുകൊണ്ടാ. മാഡത്തിനറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ലെന്ന്. താൻ എന്നെ ന്യായം ഒന്നും പഠിപ്പിക്കണ്ട. വണ്ടി എടുത്ത് മാറ്റടോ. മാറ്റുകയെന്ന് പറഞ്ഞാൽ ഈ വാൻ പുറകോട്ട് പോവില്ല. ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച. ബിക്കോസ് ഞാൻ പുറകോട്ട് പോകുന്ന ഒരാളല്ല. അതുകൊണ്ടാ. തന്നെ ഫുള്ളാക്കണോ? മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Shut your dirty mouth. ചൂടാവണ്ട, ഞാൻ ശ്രമിച്ചു നോക്കാം.
നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചം അടിക്കുന്നുണ്ട് രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ. ഐ വിൽ ട്രൈ. വാക്കേറ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഭവാനി. You bloody beggar!